എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തിരുവനന്തപുരത്തെ നോർത്ത് പാർട്ടാണ് എടുത്തത്. ഇന്ന് നമ്മൾ ട്രെയിന് വരുന്നത് കന്യാകുമാരിയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ട്രെയിൻ ഇതാത്തി ഗൈസ്. ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ട ആൻറ്റി ഷെർവിനൊരു മിസ്റ്റേക്ക് പറ്റി, ഇംഗ്ലീഷ് പറയുമ്പോൾ അത് കറക്റ്റ് ചെയ്തൊക്കെ വിട്ടു. അങ്ങനെ നമ്മളിതാ പോവാണ്. സഹ്യാദ്രിയുടെ മടിത്തട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വെസ്റ്റേൺ ഘട്ടം അഥവാ പശ്ചിമഘട്ടം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയും നമ്മുടെ ജീവിതത്തിനെയൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്ന നമ്മുടെ ഒരു സമ്പത്ത് തന്നെയാണ് നമ്മുടെ പശ്ചിമഘട്ടം. മേഘത്തോട് തൊട്ട് നിൽക്കുന്ന ആ പശ്ചിമഘട്ടം കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. കുറേ സമയം അത് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഞങ്ങൾ. പശ്ചിമഘട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കൊരു നദി കാണാം. ഇത് കന്യാകുമാരി ജില്ലയിലെ പഴയാർ എന്ന് പറയുന്ന നദിയാണ്. ഇതൊരിക്കലും വറ്റാത്ത ഒരു നദിയാണ്. പശ്ചിമഘട്ടത്തിലെ തന്നെ മഹേന്ദ്രഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കന്യാകുമാരി ജില്ലയിൽ ഒഴുകുന്ന നദിയാണിത്. അങ്ങനെ നദിയും കഴിഞ്ഞ് വരുമ്പോൾ പരന്ന് കിടക്കുന്ന വയൽ നമുക്ക് കാണാം. വയലിൻ്റെ പുറകിലായി നമ്മുടെ പശ്ചിമഘട്ടം അങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ പാടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ വരികയാണ് ഗായ്സ്. അങ്ങനെ നാഗർകോവിൽ സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നത് കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മളിതാ കന്യാകുമാരി സ്റ്റേഷനിലോട്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. കമാൻ. ഗായ്സ്, നമ്മൾ ഇന്ന് കന്യാകുമാരി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായി ഒരു ഹോട്ടലും തപ്പി ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ തമിഴ്നാട്ടിലത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് പോലെ നല്ല ഭക്ഷണമായിരുന്നു. നല്ല സാമ്പാറും പിന്നെ പായസമെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ബീച്ചും ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുകയാണ് ഗായ്സ്. നല്ല വെയിലാണ്. നിങ്ങൾ ആ കാണുന്ന ഒരു ക്യൂ കണ്ടോ സൈഡിൽ? അത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ഞങ്ങൾ അത്രയും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ബോട്ടിങ് ഒഴിവാക്കി. പിന്നെ കുറേ ഷോപ്പ് സൈഡിലൊക്കെ കാണാം. ടെക്സ്റ്റൈൽ ഷോപ്പ് കാണുമ്പോൾ എൻ്റെ ചേച്ചിക്ക് ഒരു സൈഡ് വലിവ് കൂടുതലായതുകൊണ്ട് അവൾ അങ്ങോട്ട് കയറി എന്തിൻ്റെയൊക്കെയോ വില ചോദിച്ചു. അങ്ങനെ കുറേ സ്റ്റോഴ്സൊക്കെ കടന്നു. ഇതാരാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല ഗായ്സ്. എൻ്റെ ചേച്ചി വീണ്ടും ഒരു കടയിലേക്ക് കയറിയിരിക്കുകയാണ് ഗായ്സ്. അവിടുന്ന് ഞങ്ങളൊരു ശംഖ് വാങ്ങിച്ചു. പിന്നെയുള്ളവയൊക്കെ ഞങ്ങൾ വെറുതെ കണ്ട് മുമ്പോട്ട് പോവുകയാണ്. കൂടുതലായിട്ട് വാങ്ങിക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് സ്റ്റോറൊക്കെ വെറുതെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നു ഗായ്സ്. ക്യാമറാമാൻ ഞങ്ങളുടെ റിയാൻ ബോമിക്കാണ്. അതുകൊണ്ട് തന്നെ വിവേകാനന്ദനടക്കം ചാടി ചാടി കളിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. ബോട്ടിങ്ങിനായിട്ടുള്ള ക്യൂ ആണ് ഗൈസ് നമ്മളീ കാണുന്നത്. ഇതിന് നിൽക്കുവാണെങ്കിൽ ഞങ്ങളൊരു 3 മണിക്കൂറിൻ്റെ മുകളിലൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളത് സ്കിപ്പ് ചെയ്തു ഗൈസ്. നമ്മൾ പുറത്തുനിന്ന് ബീച്ചിലൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് കുറച്ച് കുന്തുളിപ്പൊക്കെ കാണിച്ചിട്ട് തിരിച്ച് വരാൻ വിചാരിച്ചു ഗൈസ്. ഫോട്ടോഗ്രാഫർ ചേട്ടച്ചൻ്റെ വകയുള്ള ഫോട്ടോഷൂട്ടാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം.
ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇതാ എന്ന് പറയുന്നത് ഇനിയുള്ളതെല്ലാം ഞങ്ങളുടെ ഒരു വട്ടുകളാണ് ഗായ്സ്. ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. ഫോട്ടോഷൂട്ട് പിന്നെ ചേച്ചി അനിയത്തി ചേട്ടൻ ചാട്ടം ഓട്ടം എല്ലാം ഉണ്ട് ഗായ്സ്. എല്ലാ ഫോട്ടോസും ഞങ്ങൾ എത്തിയിട്ടിട്ടുണ്ട്.